എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങാണ്. ഇന്ന് നമ്മൾ 5-ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4 സ്കന്ധങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഞ്ചമസ്കന്ധത്തിലെ പ്രഥമോധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വര്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പഞ്ചമസ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. രാജോവാച പ്രിയം വ്രതോ ഭാഗവത ആത്മാരാമകഥം മുനെ ഗൃഹേ രമദയന്മൂല കർമ്മബന്ധ പരാഭവഃ നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി മഹതാം ഖലു വിപ്രർഷേ ഉത്തമ ശ്ലോകപാദയോ ഛായാ നിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി സംശയോയം മഹാം ബ്രഹ്മൻ ധാരാകാരസുധാദിഷു സക്തസ്യ സിദ്ധിരബോധ കൃഷ്ണേ ച മധുരച്യുതാഃ. ശ്രീശുകുവാച പാഠമുക്തം ഭാഗവതാം ഉത്തമശ്ലോകസ്യ ശ്രീമൽചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസദൈതകഥാം കിഞ്ചിത് അന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തീം യർഹി വാഹവാഹരാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോബസേ വായാമഞ്ജസാ അവഗത പരമാർത്ഥസദത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിതല പരിപാലനായാം നാദാ പ്രവര ഗുണഗണൈകാന്ത ഭജനദയാം സ്വഭേത്രോ ഭാമന്ത്രിതോം ഭഗവതീം വാസുദേവേ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരക ക്രിയാകലാഭോ നൈവാഭ്യാവി അഭിനന്ദ്യത്യപി തദ പ്രത്യാജ്ഞാതാവ്യം തദധിക ആരണ ആത്മനോന്യസ്മാദസദോഭി പരാം ഭവമന്യുക്ഷ്യമാണഃ. അധഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹന്നാനുധ്യാന വ്യവസിത സകല ജഗദധിപ്രായ ആത്മയോനീരഖില നിഗമ നിജഗണപരിവേഷ്ടിത സ്വഭവനദാവതാരഃ. സ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനുപതമര പരിവൃഢൈരഭിപൂജ്യമാന പതിപതിച്ചവരോദശഃ സിദ്ധഗന്ധർവ സാധ്യചാരണ മുനിഗണൈരുപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയന്നുപസസർപ്പഃ. തത്ര ഹവായേനം ദേവർഷിർഹംസയാനേന വിതരം ഭഗവന്തം ഹിരണ്യകർമ്മമുപലവമാന സഹസൈവോത്തയാർഹണേന സഹവിതാം പുത്രാഭ്യാം അവിഹിതാഞ്ജലിരുപദസ്തേ ഭഗവാനഭിഭാരത തതുപനീതാർഹണ സൂക്തവാക്യേനാധിതരാം ഉദിത ഗുണഗണാവതാര സുജയ പ്രിയം വ്രതാമാദിപുരുഷസ്തം സദയഹാസാവലോക ഇതി ഹോവാചഃ. ശ്രീഭഗവാനുവാചാം നിബോധ തദേതമൃതം ബ്രവീമി മാസൂയിതും ദേവമഹസ്യ പ്രമേയം വയം ഭവസ്തേൻ തദേഷമഗർഷീർവകാമ സർവേ വിവശായ സിദിഷ്ടം ന സസ്യ കശ്ചിത് തപസാം വിദ്യയാം വാ ന യോഗവീര്യേണ മനീഷയാം വാം നൈവാർത്ഥധർമ്മൈ പരദസ്വതോ വാ കൃതം വിഹന്തും തനുഭൃദ്വിഭൂയാദ ഭവായ നാശായ ച കർമ്മകർത്തൃം ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗ അവ്യക്തദിഷ്ടം ജനതാംഗദത്തേം യദ്വാജിതന്ത്യാ ഗുണകർമ്മദാമഭി സദുസ്തരൈർവത്സവയം സുയോജിതാം സർവേം വഹാമോ ബലിമീശ്വരായാം ക്രോധാം നസീവ ദ്വിപദേ ച ദുഷ്പദ ഈശാഭിസൃഷ്ടം ഹ്യവരുന്മഹോ അംഗകാം ദുഃഖം സുഖം വാ ഗുണകർമ്മ സംഘാത
ആസ്ഥായ തത്തദ്ദയുക്തനാദാം ചക്ഷുഷ്മദാന്താം ഇവ നീയമാന മുക്തോപി താവത് വിവ്രിയാൽ സ്വദേഹ ആരബ്ധമസ്നന്നഭിമാനശൂന്യഃ യദാനുബോധം പ്രതിയാദനിദ്രാം കിം ധന്യദേഹായ ഗുണാനവെങ്ക്തേ ഭയം ഭ്രമത്തസ്യ വനേഷ്വഭിസ്യാം ദ്യദസാസ്തേം സഹഷട്സപത്നഃ ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യാം ഗൃഹാശ്രമക്കിം നോ കരേത്യവധ്യം യഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശയദേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിജരോദ്യുപശ്ചിദ് ത്വം ദബ്ജനാഭാംഗ്രി സരോജഘോഷാം ദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ വംശേഖ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്ത സംഘ പ്രകൃതിം ഭജസ്വഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ 4 സ്കന്ധങ്ങൾ കഴിഞ്ഞിട്ട് 5ാമത്തെ സ്കന്ധത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 4 സ്കന്ധങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 4 സ്കന്ധങ്ങളിൽ മോക്ഷം എന്നാണ് പറയുന്നത്. 3ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് മോക്ഷം കിട്ടുന്നതാണ്. ഇപ്പോ 4ാമത്തെ സ്കന്ധത്തിൽ എന്താ പറഞ്ഞ, എന്തൊക്കെ കിട്ടണം? 4ാമത്തെ സ്കന്ധം എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടേണ്ടതാണ്? ആയുർധനം, യശസ്, സ്വസ്തി, ഗതി, ഐശ്വര്യം, എല്ലാം. സ്വസ്തി പറഞ്ഞ മനഃശാന്തി, ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ടതാണ്. ലഭിക്കുമെന്ന് ഭഗവാൻ വാക്ക് തരുന്നു. പക്ഷെ എങ്ങനെ ലഭിക്കുള്ളൂ? നല്ലതുപോലെ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കണം. എല്ലാവരോടും എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കരുതാം. ഇതൊക്കെ കിട്ടണം എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഹോംവർക്ക് ചെയ്താലേ പാസ്സാവുള്ളൂ അല്ലേ? അപ്പൊ അതുപോലെ എന്തായാലും നമുക്ക് അധ്യാപകൻ കുറച്ച് പറഞ്ഞു തരുന്നു, ബാക്കി നമ്മൾ തന്നെ പഠിക്കണം, അല്ലാതെ നമുക്ക് പാസ്സാവാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ഇതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പകുതി ശ്രമിക്കണം. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ സമയം ഉണ്ടാക്കിയിട്ട് ഭാഗവതം ആദ്യം മുതൽ വായിക്കണം. ആദ്യം മുതൽ കേൾക്കുക, റിപ്പീറ്റ് ആയിട്ട്. എത്ര കേട്ടാലും അത് അധികമാവില്ല. അപ്പൊ നമ്മൾ ഈ വൈശാഖം തൊട്ട് എല്ലാവരും എന്തെടുക്കുക, ഒരു കാര്യം തീരുമാനിക്കുക. ഞാനിത് ചെയ്തിരിക്കും. ഭഗവാനെ എനിക്ക് ഈ പറഞ്ഞതൊക്കെ വേണം. ആയുർധനം, യശസ്വസ്തി, ഗതി, ഐശ്വര്യം, ഇതൊക്കെ വേണമെന്ന് ഭഗവാൻ പറയണം. ഭഗവാൻ പറയണത് നമ്മൾ കേൾക്കും വേണ്ടേ? വെറുതെ ഇങ്ങോട്ട് കിട്ടുമോ? അതായത് ഇപ്പൊ ഭഗവാൻ നമ്മൾ മാഷ് പറയണേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരണം എന്നാൽ അപ്പോഴേ നമ്മൾ പാസ്സാവുള്ളൂ. പഠിക്കുന്നു, വീട്ടിൽ പഠിക്കണം. അതുപോലെ അപ്പൊ ഈ വൈശാഖം തൊട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, അതിനെ വഴിപാടായിട്ടെങ്കിലും തീരുമാനിക്കാം. ഞാൻ ഈ വൈശാഖത്തിൽ ഭാഗവതം വായിക്കാൻ തുടങ്ങും. അപ്പൊ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഭഗവാനെ, ഇത്ര ദിവസം കൊണ്ട് ഞാനിത് വായിച്ചു തീർക്കാം. അങ്ങനെ ഒരു ബാധി വെച്ചിട്ടെങ്കിലും വായിക്കാൻ തുടങ്ങും. അപ്പോൾ 1ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങുക എല്ലാവരും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് എല്ലാവരും മനസ്സിൽ തീരുമാനം എടുക്കുക. അപ്പൊ 4 സ്കന്ധം കഴിഞ്ഞ് നമ്മൾ 5ാമത്തെ സ്കന്ധം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു മനു വംശമാണ് നമ്മുടേതെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ മനു വംശമാണ്. ആദ്യം ഭൂമി ഉണ്ടായത് തൊട്ടുള്ള കഥകളൊക്കെ പറഞ്ഞില്ലേ? ഭൂമി ഉണ്ടായതും ഭൂമിയെ ഹിരണ്യാക്ഷനെയും ഹിരണ്യാക്ഷനെ കൊന്നിട്ട് ഭൂമിയെ സ്ഥാപിച്ചത് ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ അവതാരം എടുത്തു വന്നു, വരാഹ അവതാരം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ ഭൂമിയില് ആദ്യത്തെ മനുഷ്യനായിരുന്നു ആര്? മനു. മനുവാണ് രാജാവായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ആരായിരുന്നു? ശതരൂപ. അവർക്ക് 5 മക്കളുണ്ടായി. അത് നമ്മൾ പഠിച്ചു. അവരുടെയൊക്കെ കഥ അല്ലെ? ആരൊക്കെയായിരുന്നു? പ്രിയംവദൻ, ഉത്താനപാദൻ പറഞ്ഞ 2 ആൺകുട്ടികള്, പിന്നെ ദേവാഹൂതി, ആഹൂതി, പ്രസൂതി. ദേവാഹൂതിയുടെ കഥയും ആഹൂതിയുടെ കഥയൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഉത്താനപാദന്റെ കാര്യം നമ്മൾ നോക്കി. 3 പേരുടെ ജീവിതം. അപ്പൊ ആ 5 മക്കളിൽ നിന്നാണല്ലോ, നമ്മളൊക്കെ അവരുടെ അംശമാണ്. അപ്പോ ആ 5 മക്കളിൽ നിന്നാണ് വംശവർദ്ധന ഉണ്ടായതെന്ന് പറഞ്ഞു. ഇനിയിപ്പോ പ്രജേതസുകളുടെ കഥ നമ്മൾ പ്രജേതസുകൾക്കിലൂടെ ദക്ഷൻ പുനർജനിക്കുന്നു. ദക്ഷന്റെ പുനർജനനം ഉണ്ടായിട്ട് ദക്ഷന്റെ പുത്രിമാരുണ്ട്, 60 പുത്രിമാരില് അവരൊക്കെ വിവാഹം കഴിച്ച അതിൽ നിന്നാണ് പിന്നെ പ്രജകളെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മൾ ഇനിയും പഠിക്കാൻ പോണേ ഉള്ളൂ. അത് പ്രജേതസുകളുടെ പഠിച്ചു. ഇനി ദക്ഷന്റെ പുനർജന്മം നമുക്ക് വരാൻ പോകുന്നുണ്ട് 6ാമത്തെ സ്കന്ധത്തില്.
അപ്പോൾ ദക്ഷന് മക്കളുണ്ടാവും, ദക്ഷൻ ആൺകുട്ടികൾ ഉണ്ടാവും, അവരൊക്കെ സന്യാസിമാരായി പോകും. അപ്പൊ പറയും പെൺകുട്ടികൾ മതി എനിക്ക് എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ പെൺകുട്ടികൾ ഉണ്ടായിട്ട് ദക്ഷന്റെ പുത്രിമാരിൽ നിന്നാണ് ഈ ലോകത്തില് പ്രജകൾ ഉണ്ടായത്. അപ്പൊ അങ്ങനെ പ്രിയംവ്രതന്റെ കഥയാണ് ഇനി നമ്മൾ പറയാൻ പോണെന്ന് പറയാം. ദേവാഹൂതി, ആഹൂതി, പ്രസൂതി. ദക്ഷന്റെ ഭാര്യയായിട്ടാണ് പ്രസൂതി. അതുപോലെ ദേവാഹൂതി നമ്മുടെ കഥ നമ്മൾ 3-ാമത്തെ സ്കന്ധം മുഴുവനായി പറഞ്ഞു. അതിൽ കപില ഭഗവാന്റെ അവതാരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് അതിലൂടെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവിടെ ഉത്താനപാദന്റെ കഥയും നമ്മൾ നോക്കി. അതാണ് ധ്രുവന്റെ ചരിതം. ഉത്താനപാദ മഹാരാജാവിന്റെ മകനായിരുന്നു ആര്? ധ്രുവൻ. ധ്രുവചരിതം നമ്മൾ കണ്ടു, മനസ്സിലാക്കി, അതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രിയംവ്രതന്റെ, അപ്പൊ ഉത്താനപാദൻ, പ്രിയംവ്രതൻ, ദേവാഹൂതി, ആഹൂതി, പ്രസൂതി, അതിൽ 4 പേര് കഴിഞ്ഞ് ഇപ്പൊ 5-ാമത്തെ ആളാണ് പ്രിയംവ്രതന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ പ്രിയംവ്രതൻ എന്താണ്, അദ്ദേഹത്തിന്റെ കഥ എന്തായിരുന്നു എന്ന് പറയും. അപ്പൊ പ്രിയംവ്രതൻ രാജാവാൻ വേണ്ടി മനുവിന്റെ മകനാണല്ലോ. അപ്പൊ മനു എല്ലാവരോടും പറഞ്ഞമായി പ്രിയംവ്രതനോട് പറഞ്ഞു, നീയ് മോനെ കല്യാണമൊക്കെ കഴിക്ക്, എന്നിട്ട് നീയും ഒരു രാജ്യത്തിന്റെ രാജാവാകണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിനി മക്കളെയൊക്കെ രാജാവാക്കിയിട്ട് എനിക്കിനി വിശ്രമമാണ്, അതുകൊണ്ട് നീയും രാജാവാകണം, നിന്റെ പരിപാടി എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറയാണ്, ആദ്യം പ്രിയംവ്രതൻ എങ്ങനെയുള്ള ആളായിരുന്നു? അദ്ദേഹം ആത്മവിദ്യയൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇവർക്കൊക്കെ നാരദനുമായിട്ടൊക്കെയാണ് സമ്പർക്കം. അപ്പൊ പിന്നെ പറയാനില്ലല്ലോ. നാരദൻ മഹർഷിയിൽ നിന്നും മറ്റു പല പല മഹർഷിമാരിൽ നിന്നും ഒക്കെ ആത്മവിദ്യ പഠിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പഠിക്കേണ്ടത് എന്താണോ അത് ആദ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അടിത്തറയായി. എന്നിട്ട് പ്രിയംവ്രതൻ പറയാണ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ തോന്നുകയാണ് എന്തിനാ അപ്പം ഇനി കുടുംബ ജീവിതത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇടയിലപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമാണ്. നേരിട്ട് മോക്ഷത്തിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുക. അപ്പോ നേരിട്ട് മോക്ഷത്തിലേക്ക് പോകണോ വേണ്ടേന്ന്. അപ്പോ ഈ പ്രിയംവ്രതൻ പറയുകയാണ് അച്ഛനോട്, അച്ഛ എനിക്കിനി കല്യാണം കഴിച്ച് ജീവിക്കാനൊന്നും ആഗ്രഹമില്ല, ഞാന് നേരിട്ട് എനിക്ക് ഭഗവാനെ പ്രാപിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ രാജാവിന് മകൻ എന്തായാലും രാജ്യമൊക്കെ ഭരിക്കേണ്ടതൊക്കെ ആണല്ലോ. അപ്പൊ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഏതൊരു അച്ഛനായാലും മകൻ ഇങ്ങനെ പറഞ്ഞാൽ അച്ഛൻ ഇഷ്ടപ്പെടില്ലല്ലോ. അച്ഛൻ എന്താ ചെയ്യുക? അപ്പൊ അച്ഛൻ ബ്രഹ്മാവിനോട് തപസ് ചെയ്ത് ചോദിക്കുകയാണ് ഭഗവാന്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണമെങ്കിൽ മുത്തശ്ശനോടോ അങ്ങനെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കില്ലേ, അതുപോലെ മനു ഭഗവാനോട് ചോദിച്ചു, എന്താണ് ഭഗവാനെ മകന്റെ കാര്യം എന്താണെന്ന്. അപ്പൊ അന്നത്തെ കുട്ടികളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? അപ്പൊ ഈ ആത്മബുദ്ധിയൊക്കെ പഠിച്ച് അങ്ങനെ അദ്ദേഹത്തിന് എല്ലാം അറിയാം. അപ്പൊ അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? അച്ഛൻ പറയുന്നത് കേൾക്കാതൊന്നുമില്ല. അതുപോലെ ബ്രഹ്മാവ് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോ അപ്പൊ ബ്രഹ്മാവ് നേരിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ തന്നെ നേരിട്ട് പറയാണ്, ശ്രീ ഭഗവാനുവാചയിൽ പറയാണ്, മോനെ നീ അങ്ങനെ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു കഷ്ടമായിട്ടൊന്നും നീ കാണണ്ട. എല്ലാം നമ്മളല്ല തീരുമാനിക്കുന്നത്, നമ്മള് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല വരിക. നമ്മൾ എന്താവണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? നമ്മളുടെ ഇഷ്ടത്തോടു കൂടിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഭഗവതൻ പറയുന്ന കാര്യമാണ്. ഇത് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്, നോക്കുക. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടി പ്രത്യേകിച്ച് വിവരിക്കുകയാണ്. നതസ്യ കശ്ചിത് തപസാ വിദ്യയാം വാ നയോഗവീര്യേണ മനീഷയാം വാ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും ധനുവിദ്യുയാത്. എന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മള് ബുദ്ധി കൊണ്ടോ അതായത് തപസ് കൊണ്ടോ വിദ്യ കൊണ്ടോ ഈ ശ്ലോകം ഉണ്ടല്ലോ എല്ലാവരും അടയാളപ്പെടുത്തി വെച്ചിട്ട് എന്നും വായിച്ചോളൂ. അതായത് പഞ്ചമസ്കന്ധത്തില് ഭഗവാനുവാചയില് 11, 12, 13 തുടങ്ങി വരുന്ന ആ ശ്ലോകങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഭഗവാൻ നേരിട്ട് പ്രിയംവ്രതനെ, അപ്പൊ നമ്മള് തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന് ഭഗവാൻ നേരിട്ട് പറയും. എന്ത്? നമ്മൾ പറയാറില്ല ആ വിധി പോലെ വരട്ടെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മള് ഒരിക്കലും അങ്ങനെ വിടില്ല. നമ്മൾ വിഷമിക്കും. നമ്മള് എന്ത് ചെയ്യും? നമ്മൾ വിഷമിക്കും. പ്രതിസന്ധി വരുമ്പോൾ തളരുമൊക്കെ ചെയ്യും. അങ്ങനെ തളരാതിരിക്കാൻ ഇത് വായിച്ചാൽ മതി.
എന്താന്ന് പറയുന്നത്? തപസ് കൊണ്ടോ വിദ്യയാം ന തസ്യ കശ്ചിത് തപസോ ന വിദ്യയാം ന യോഗവീര്യേണ മനീഷയാ. മനീഷ പറഞ്ഞ എന്താ? ബുദ്ധി. അപ്പൊ തപസ് കൊണ്ടോ വിദ്യ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഈശ്വരന്റെ ഇച്ഛയെ മാറ്റാൻ പറ്റില്ല. നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇന്ന വഴിപാട് ചെയ്തോളാ ഭഗവാനെ എന്റെ കാര്യം സാധിച്ചതാ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തോളാ ഭഗവാനെ എന്റെ കാര്യം സാധിച്ചതാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. എന്താ നാളെ വരിക എന്നുള്ളത് ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചു. അത് ഭഗവാൻ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം എന്താ? ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതി അല്ലേ, എന്നിട്ട് നമ്മൾ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. 100 മാർക്ക്, നമ്മൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടി. നമ്മൾ മാർക്ക് പരീക്ഷ എഴുതി. പരീക്ഷ നമ്മൾ എങ്ങനെ എഴുതിയോ അതുപോലെയല്ലേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്താൽ ഗുണം കിട്ടും. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനോട് ഭഗവാനെ എനിക്ക് % വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അല്ല നമ്മൾ എങ്ങനെ പരീക്ഷ എഴുതിയോ അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുക അല്ലേ? അല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? അത് നമുക്ക് ഇല്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ കഴിഞ്ഞ ജന്മം എങ്ങനെ ജീവിച്ചു എന്ന്, നമ്മൾ എങ്ങനെ പരീക്ഷ എഴുതി, കഴിഞ്ഞ ജന്മം നമ്മൾ എങ്ങനെ പരീക്ഷ എഴുതി അതുപോലെയാണ് നമുക്ക് മാർക്ക് കിട്ടുക. അതായത് ദൈവത്തിന് അത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷ പേപ്പർ എടുത്തിട്ട് അതിനെ മാറ്റി എഴുതാൻ ദൈവത്തിന് പറ്റുമോ? ഇല്ല. അതാണ് നമ്മുടെ തലയിൽ വര മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറില്ലേ? ആ വര വരച്ചതാരാ? പരീക്ഷ എഴുതിയതാരാ? നമ്മൾ തന്നെയല്ലേ എഴുതിയത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല ചോദ്യങ്ങളൊന്നും പഠിക്കാണ്ട് നമ്മൾ കിടന്നുറങ്ങി, നമ്മൾ കളിച്ചു. അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതിയപ്പോ എന്തായി? നമ്മൾ എഴുതിയില്ല. നമ്മൾ 40 മാർക്കിന് പരീക്ഷ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് 80 മാർക്ക് വേണമെന്ന്. ഭഗവാനോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേപ്പർ അവർക്ക് നമ്മുടെ പരീക്ഷ പേപ്പർ തിരുത്തി തരാൻ പറ്റുമോ? ആർക്കെങ്കിലും അത് തിരുത്തി തരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ എഴുതി വിട്ട പരീക്ഷയാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോ അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് ഇനി ഒരിക്കൽ പരീക്ഷ എഴുതാനേ പറ്റുള്ളൂ. തോറ്റു കഴിഞ്ഞാൽ അതേ പരീക്ഷ, ആ കഴിഞ്ഞു പോയ സമയം നമുക്ക് കിട്ടില്ല. നമ്മൾ എങ്ങനെ പരീക്ഷ എഴുതിയോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ആ റിസൾട്ടിനെ മാറ്റാൻ പറ്റില്ല. അതിൽ 40 മാർക്കാണെങ്കിൽ അത് 40 മാർക്ക്. ഇനി പോരെങ്കിൽ തോറ്റു എന്ന് വെച്ചോ. അതാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാൽ ഇനി എന്താ ചെയ്യാ? പോയ പരീക്ഷയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം നമ്മുടെ പോയി. അതുപോലെ ഒരു ജന്മം നമ്മുടെ പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പഠിച്ചത് കൊണ്ടുള്ള ഗുണം എന്താ? അടുത്ത പരീക്ഷ നേരെ എഴുതിക്കൂടെ? അതിൽ ജയിച്ചുകൂടെ? അതാണ്. അപ്പോ കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് എങ്കിൽ നമ്മൾ മോക്ഷത്തിന് വേണ്ടി ഒന്നും കഴിഞ്ഞ ജന്മം ചെയ്തിട്ടില്ല. അതല്ലാണ്ട് നമ്മൾ കുറേ പ്രവൃത്തികള് മോശമായിട്ടൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായി? ജന്മം കിട്ടിയില്ലേ? അപ്പൊ തോറ്റ പരീക്ഷയെ നന്നാക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യുക? ഇനി നേരെ പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുമോ? അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഇനിയും അത് ചെയ്തില്ലെങ്കിലോ പിന്നെയും തോൽക്കും, പിന്നെയും പരീക്ഷ എഴുതേണ്ടി വരും, പിന്നെയും തോൽക്കും. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാന് മാറ്റാൻ പറ്റുമോ? പരീക്ഷ പേപ്പറിൽ വന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തന്നെ മാറണം. ഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു കാര്യം പറ്റും. എന്താണ്? നമ്മുടെ ബുദ്ധിയെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ ഭഗവാനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവും. അപ്പൊ നമ്മൾക്ക് പഠിക്കുന്നത് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ കാര്യത്തിലായാലും നമ്മൾ ഇതിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത് കുറയും. നമ്മുടെ വിചാരം നമ്മൾ അയ്യോ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പറയില്ലേ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാർക്ക് പോയി എന്നൊക്കെ കുട്ടികൾ പറയില്ലേ? അതുപോലെയാണ് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. നമ്മൾ വിചാരിക്കും ഇത് പാപമല്ല. ഉദാഹരണത്തിന് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിക്ക് അറിയില്ല തീയിൽ തൊട്ടാ പൊള്ളുന്നു. പക്ഷെ നമുക്കറിയാം തീയിൽ തൊട്ടാ പൊള്ളുന്നു. എന്നിട്ടും നമ്മൾ ചിലപ്പോൾ പോയി തീയിൽ തൊടും. എന്തുകൊണ്ടാണ്? പോട്ടെ, നമുക്കറിയാം അത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എത്രയോ അത് തന്നെയല്ലേ ഈ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിചാരിക്കുക, മറ്റുള്ളവർ കാരണമാണ് എൻ്റെ വിഷമം എന്ന് വിചാരിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളിലും, പൈസയിലായാലും മറ്റു കാര്യങ്ങളിലായാലും എല്ലാത്തിലും
നമുക്ക് നമുക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് അങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകള്, അതൊക്കെ തന്നെ പാപങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്നത് പോലും പാപമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക്, അതായത് നമ്മൾ തെറ്റായ ഉത്തരം എഴുതി നമുക്ക് മാർക്ക് കിട്ടണമെന്ന് ഭഗവാനോട് നമ്മൾ പരീക്ഷാ ബോർഡിനോട് പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് നമുക്ക് ദുഃഖമായിട്ട് വന്നിരിക്കുന്നതെന്ന്. അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇനി നമ്മുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്. എന്താണത്? നമുക്ക് ഇനി എഴുതി പാസ്സാവാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയെങ്കിലും ആ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ ജന്മത്തെ കൊണ്ടുപോയി മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ജന്മം നല്ലതായി വരാനും, അടുത്ത ജന്മം വേണമെങ്കിൽ നല്ലതായി വരാനും, അടുത്ത ജന്മത്തിൽ നല്ലത് മാത്രം വരാനും, ഇനി ഒരു ജന്മം ഇല്ലാണ്ടാവാനും നമുക്ക് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് പറഞ്ഞിവിടെ വളരെ പ്രധാനപ്പെട്ടത്. നമ്മളെ തപസ് കൊണ്ടോ വിദ്യ കൊണ്ടോ ഒന്നുകൊണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് പരിസ്ഥിതി നമുക്ക് മാറ്റാൻ പറ്റില്ല, മനസ്ഥിതി മാത്രമേ മാറ്റാൻ പറ്റൂ. അപ്പൊ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്ഥിതി മാറ്റിയെടുക്കാം. ഈശ്വര നിശ്ചയം മാറ്റാൻ ആർക്കും പറ്റുകയില്ല. അതാണ് ഇതിന്റെ അർത്ഥം. പിന്നെന്താ? ഭവായ നാശായ കർമ്മകർത്തൃം ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ദേഹയോഗ അവ്യക്തദിഷ്ടം ജനതാംഗതത്തെ. നാളെ എന്താ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ നാളത്തെ കാര്യങ്ങളെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? വിധിയല്ല മാറ്റിയെടുക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് പിന്നീട് നല്ലത് വരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ സാധിക്കാം. അതായത് നമ്മളുടെ ദേഹം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ തരത്തിലൊക്കെ വരണം, നിനക്ക് എങ്ങനത്തെ ദേഹം വേണം, നമ്മളാണ് സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അല്ലേ? നമ്മൾ നല്ല സൗന്ദര്യമുള്ള ആളായി വരണം എന്ന് പറയും. ദേവേന്ദ്രനെ പോലെ എനിക്ക് ജനിക്കണം എന്നൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങും. അല്ലേ? നിറയെ സമ്പത്തുള്ള വേണമെന്ന് പറയും, നമ്മൾ ഐശ്വര്യം വേണം പറയും, നമ്മൾക്ക് അതാവണം ഇതാവണം അതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങും. അപ്പൊ അങ്ങനെയൊന്നും അല്ല ദേഹം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്ന പോലെയാണ്. നമ്മൾ കഴിഞ്ഞ ജന്മം എന്ത് പരീക്ഷ എഴുതിയോ അതുപോലെയാണ് നമുക്ക് ദേഹം കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യഭാവങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ കുലം എല്ലാം അങ്ങനെ കിട്ടിയതാണ്. അതാണ് കുലമഹിമയ്ക്കൊക്കെ പ്രത്യേകത. നമ്മൾ എത്രയോ ഒരു നല്ല കുലത്തിലാണ് ജനിച്ചിരിക്കണമെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. നമ്മളായിട്ടുണ്ടാക്കിയതല്ല അത്. അല്ലേ? നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മുടെ മുത്തശ്ശൻ, നമ്മുടെ അപ്പൂപ്പന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അവര് ശ്രമിച്ചു കൊണ്ടുവന്ന് എത്തിച്ചതാണ്. അത് നഷ്ടപ്പെടുത്താൻ നമുക്കൊരു നിമിഷം മതി. അല്ലേ? അതാ പറയും. അങ്ങനെ ദേഹം കിട്ടിയത് നമ്മുടെ ഇഷ്ടമല്ല. പിന്നെന്താ പറഞ്ഞിരിക്കണേ? നമ്മള് യഥാസന്ധ്യ ഗുണകർണ സദുസ്തരൈ വത്സ സുയോജിതാം സർവേ വഹാമോ ബലം ഈശ്വരായ രോധാം നസീവതുപദേ ചതുഷ്പദ ഈശാഭിസൃഷ്ടം ഹ്യവരുന്തമങ്കേ ദുഃഖം സുഖം വാഗാൻ ഗുണകർമ്മ സംഘാത്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും ലഭിച്ചിരിക്കുന്നത്. നമ്മളൊരു മൂക്ക് കയറിട്ട കാളയെ പോലെയാണ് എന്നാണ്. നമ്മൾ മൂക്ക് കയറിട്ട ഒരു കാളയെ പോലെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു കണ്ണ് കാണാത്ത ആളാണെങ്കിൽ നമ്മൾ ഒരാളെ എവിടേക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയാണ്, ഇന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട അങ്ങോട്ട് കൊണ്ടുപോകും, ഇപ്പുറത്ത് ചിലപ്പോൾ കുഴിയായിരിക്കും, നമുക്കറിയൂ. അവര് നമ്മളെ ഈ വഴിക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ കല്ലും മുള്ളും കുഴിയൊക്കെ ആണല്ലോ, നീ എന്താ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം? അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് അതിനേക്കാളും വലിയ കല്ലും മുള്ളുമായിരിക്കും, നമുക്കത് കാണില്ല. നമ്മളെ ഭഗവാൻ നല്ല വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നമ്മളൊരു മൂക്ക് കയറിട്ട കാളയെ പോലെയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ സുഖമോ ദുഃഖമോ, ദുഃഖം സുഖം വാ ഗുണകർമ്മ സംഘാത്, അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയും. അതിനെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കൂ. ഭഗവാനിൽ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ഒരു കാളയെ പോലെ പണിയെടുക്കുമ്പോൾ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ ആ കാളയെ ചിലപ്പോഴൊക്കെ യജമാനൻ അതിന് വിശ്രമം കൊടുക്കും, അതിന് നല്ല ആഹാരമൊക്കെ കൊടുക്കും. അപ്പൊ കാളയ്ക്ക് ഇത്രയും നേരം കഷ്ടപ്പെട്ടതിനുള്ള ഒരു നല്ലതും വരും. അല്ലേ? അതുപോലെ നമ്മളുടെ കഷ്ടം വരുമ്പോൾ ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കഷ്ടത്തിന് ഒരു നല്ലത്, അതായത് നമ്മളെ കഷ്ടപ്പെടുത്താണ്ട് നമ്മളെ കുറച്ച് സഹായിക്കാൻ ആർക്ക് പറ്റും? ഭഗവാന് പറ്റും എന്ന് പറയണം. ഭഗവാനിൽ മാത്രം ചിന്തയുള്ളവർ എങ്ങനെയുള്ളായിരിക്കണം? ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും സ്വധർമ്മം ചെയ്ത ശേഷം മോക്ഷം നേടാം. അല്ലാതെ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കാട്ടിൽ പോയാലും നിനക്ക് മോക്ഷം കിട്ടില്ല പ്രിയംവ്രത എന്ന് ഭഗവാൻ പറയും. പ്രിയംവ്രത, നിനക്ക് മോക്ഷമാണ് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഭഗവാനെ ആലോചിച്ചുകൊണ്ട് ഭഗവത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നീ കർമ്മങ്ങൾ ചെയ്യൂ. അപ്പോൾ നിനക്ക് മനസ്സമാധാനം കിട്ടും. അപ്പൊ ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പ്രിയംവ്രതനെ എങ്ങനെ കുടുംബജീവിതം നടത്തണം എന്ന് ഭഗവാൻ വന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഈശ്വര നിശ്ചയം മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാൽ അപ്പൊ ഇന്നത്തെ കാണുന്നത് പോലെയുള്ള ഡൈവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരാള് ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഇന്നത്തെ യുവാക്കളെ ആദ്യം തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവർക്ക് ആ ജോലിയിൽ അവരെ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഉയരാൻ പറ്റും. അതുപോലെ ഒരു കുടുംബജീവിതം നന്നായി കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. കാരണം എന്താ, പ്രതിസന്ധികൾ വരുമ്പോൾ അതൊക്കെ ഈശ്വരനാണ്. നമ്മളൊരു മൂക്ക് കയറിട്ട കാളയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അപ്പൊ എന്ത് ചെയ്യുക, സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെ ബാലൻസ് ചെയ്ത് അഹങ്കാരമില്ലാതെ എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അഹങ്കാരം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഭാര്യയായാലും ഭർത്താവായാലും തമ്മിൽ അപ്പൊ ഒരു അനുരഞ്ജനം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇത് ആവശ്യമാണെന്ന് പറയും. അപ്പൊ ഈ ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പൊ പ്രിയംവ്രതൻ അതൊക്കെ മനസ്സിലാക്കി ഭഗവാന്റെ ഇന്ന് ആദ്യം തന്നെ വരം കിട്ടി. അപ്പൊ അതറിഞ്ഞ അപ്പൊ എന്ത് പറഞ്ഞു, സ്വധർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോ, നീയെ കുടുംബജീവിതം എല്ലാം നിനക്ക് സന്തോഷമായിട്ട് വരും. സ്വധർമ്മം ചെയ്യുക, എല്ലാം ഈശ്വരനാണെന്ന് വിചാരിച്ചുകൊണ്ടും താൻ മൂക്കുകയറിട്ട ഒരു കാളയാണെന്ന് വിചാരിച്ചുകൊണ്ടും അങ്ങനെ ജീവിച്ചു പോയാൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അങ്ങനെ നീ സ്വധർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോ. കുടുംബജീവിതത്തിൽ വരാണ്ട് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. കുടുംബജീവിതം സുഗമമാകണമെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, അതുപോലെ സാധനകളും എല്ലാം ഇപ്പം നാരദ മഹർഷിയുമായിട്ടൊക്കെയാണ് അടുപ്പം. അപ്പൊ സാധനകളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് അപ്പൊ അങ്ങനെ അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വരികയാണ്. അപ്പൊ ഭഗവാന്റെ ഉപദേശം കിട്ടിയപ്പോൾ പ്രിയംവ്രതൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മാവിനോടും പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു തരും, മുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ പറഞ്ഞു തരുന്നത് ഞാൻ അനുസരിക്കും. അപ്പൊ അനുസരണയുള്ള ഒരു കുട്ടിയായിരുന്നു പ്രിയംവ്രതൻ. അങ്ങനെ അദ്ദേഹം രാജഭാരം ഏറ്റു, കല്യാണം കഴിച്ചു. അങ്ങനെ സുഖമായിട്ട് അദ്ദേഹം രാജഭരണം നടത്തിക്കൊണ്ടിരിക്കുക. രാജഭരണവും കുടുംബജീവിതവും ഒക്കെ കൊണ്ടു നടത്തുകയാണ്. അങ്ങനെ അച്ഛൻ തപസ്സിന് പോയി, മനു തപസ്സിനും പോയി. അതാണ് നമ്മൾ 5ാമത്തെ സ്കന്ധത്തിൽ ഇതുവരെ വായിച്ചത്.